അമേരിക്കയിൽ അനധികൃതമായി കുടിയേറിയതിന്റെ പേരിൽ ഏകദേശം 105ഓളം വരുന്ന ഇന്ത്യക്കാരെ അമേരിക്കൻ ഭരണകൂടം, ട്രംപ് നേതൃത്വം നൽകുന്ന അമേരിക്കൻ ഭരണകൂടം ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചതിന്റെ പേരിൽ, അല്ലെങ്കിൽ ആ തിരിച്ചയച്ച ആ രീതിയുടെ പേരിൽ വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ ഇന്ത്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 55 ലക്ഷത്തോളം ഇന്ത്യൻ കുടിയേറ്റക്കാർ അമേരിക്കയിൽ ഉണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതിൽ ഏകദേശം 18,000-ഓളം വരുന്നവരെയാണ് അനധികൃത കുടിയേറ്റക്കാരായിട്ട് അമേരിക്ക ഇപ്പോൾ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ 105ഓളം പേരെ മാത്രമാണ് ഇപ്പോൾ തിരിച്ചയച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഈ ഒരു സംഭവം ഇത്തരത്തിലുള്ള വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്? ഈ വിഷയങ്ങളാണ് ഇന്ന് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിൽ, ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് അരുൺ റോബിൻ. അരുൺ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ കുടിയേറ്റ വിരുദ്ധ ഒരു നിലപാട്, അതായത് അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ അദ്ദേഹത്തിന്റെ പ്രഖ്യാപിതമായിട്ടുള്ള ഒരു ഉറച്ച നിലപാടുണ്ട്. അതിന്റെ ഭാഗമായി ഏകദേശം 104ഓളം വരുന്ന ഇന്ത്യക്കാരെ അമേരിക്കയിൽ നിന്നും, ആ ഇന്ത്യക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അനധികൃത മാർഗത്തിലൂടെ അമേരിക്കയിൽ നടന്നുകൂടിയ, അവിടെ താമസമാക്കിയ ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് തിരിച്ചയച്ച ഒരു സാഹചര്യം, ഒരു സംഭവം, ഒരു സ്ഥിതിവിശേഷം. അമൃത്സർ ആ ഒരു എയർപോർട്ടിലാണ് അമേരിക്കൻ സൈന്യത്തിന്റെ വിമാനത്തിൽ ഈ 104 ഇന്ത്യക്കാർ എത്തിച്ചേർന്നത്. അപ്പോൾ അവരെ ഇന്ത്യയിലേക്ക് അയച്ച ആ ഒരു രീതി, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിന് നേരെ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളും അല്ലെങ്കിൽ മറ്റ് മുഖ്യധാര മാധ്യമങ്ങളും ഒക്കെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ആ ഒരു സംഭവത്തെ ചൊല്ലി, നിരവധി പ്രതിവാദങ്ങളാണ് ഇന്ത്യയിൽ ഉടനീളം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട്, ആ ഒരു സംഭവം മാത്രമല്ല, ട്രംപ് സ്വീകരിച്ച അനധികൃത കുടിയേറ്റത്തിനെതിരെ ട്രംപ് സ്വീകരിച്ച ആ ഒരു നിലപാട്, അതിനെയൊക്കെ സംബന്ധിച്ച് ചില തെറ്റിദ്ധാരണാജനകമായ പല വാർത്തകളും പ്രചരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇന്ന് ഈ ചർച്ച സംഘടിപ്പിക്കുന്നത്. ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമുക്ക് ഫോക്കസ് ചെയ്യാവുന്നത്, ആദ്യമായിട്ടാണോ അമേരിക്ക ഇത്തരത്തിൽ അനധികൃതമായി അവിടേക്ക് കുടിയേറിയ, അല്ലെങ്കിൽ അവിടെ നിയമവിരുദ്ധമായി അവിടെ എത്തിച്ചേർന്ന, അല്ലെങ്കിൽ അവരുടെ നിയമത്തിന്റെ കണ്ണിലൂടെ ലംഘനം നടത്തിയ ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കുന്നത്? ആ ചോദ്യത്തിന് ഉത്തരം അല്ല എന്നാണ്. കഴിഞ്ഞ ഒരു 15 വർഷത്തെ ഒരു ചരിത്രമെടുത്ത് നാം നോക്കാം. അതായത് ഈ ഫെബ്രുവരി 5 മുതൽ നമ്മൾ പിന്നോട്ട് നോക്കുക, ഒരു 15 വർഷത്തെ ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഏകദേശം 15,000 ഇന്ത്യക്കാരെയാണ്, ഇല്ലീഗൽ മൈഗ്രൻസിനെയാണ് അമേരിക്ക ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചത്. കഴിഞ്ഞ 15 വർഷത്തെ ഒരു ചരിത്രം എടുത്തു നോക്കുമ്പോൾ അതിൽ തന്നെ ഓരോ ഇയർ വൈസ് നമുക്ക് നോക്കാം. നമുക്കറിയാം, പലപ്പോഴും ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഒരു ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഒരു അനുഭാവം പുലർത്തുന്നവരാണ്. നമുക്കറിയാം, അമേരിക്കൻ തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു സമയത്ത് രാഹുൽ ഗാന്ധിയൊക്കെ അമേരിക്കയിൽ പോയി നടത്തിയ കൂടിക്കാഴ്ച, ആരോടാണ് ചർച്ചകൾ സംഘടിപ്പിച്ചതെന്നൊക്കെ നമുക്കറിയാം. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ 15 വർഷത്തെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ ഏകദേശം 15,000-ഓളം ഇന്ത്യക്കാരെ തിരിച്ചയച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ തിരിച്ചയക്കപ്പെട്ടത് 2019-ലാണ്, ഡൊണാൾഡ് ട്രംപിന്റെ ഫസ്റ്റ് ടൈമിലെ ആ ഒരു വർഷത്തിലാണ്. നമുക്ക് അതിനകത്ത് ചില രസകരമായിട്ടുള്ള ചില കണക്കുകൾ ഞാൻ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ 2009, അതായത് ബറാക് ഒബാമയുടെ ആ ഒരു ആദ്യ ടൈമിൽ, ആദ്യ വർഷത്തിൽ 734 ഇന്ത്യക്കാരെയാണ് തിരിച്ചയച്ചത്. 2016 ബറാക് ഒബാമ തന്നെ ഭരിക്കുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു ടൈമിന്റെ ഏറ്റവും ലാസ്റ്റ് ഒരു ഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ ഏകദേശം നമ്മൾ കണക്ക് നോക്കുകയാണ്, 1303 ഇന്ത്യക്കാരെ ഇത്തരത്തിൽ ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചിട്ടുണ്ട്. പിന്നീട് 2008 1180, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 2019 എത്തിയപ്പോഴത്തേക്ക് 2042, ഇനി 2020 1889, ഇനി 2024, അതായത് ബൈഡന്റെ ആ ഭരണകാലയളവിലെ ഏറ്റവും ലാസ്റ്റത്തെ ആ ഒരു ഇയർ 1368 ഇന്ത്യക്കാരെയാണ് 2024 ആ ഒരു ഒറ്റ വർഷം മാത്രം ഇന്ത്യയിലേക്ക് തിരിച്ചയക്കപ്പെട്ടത്. ഇനി നമ്മൾ നോക്കുമ്പോൾ മറ്റും രസകരമായിട്ടുള്ള ഒരു കണക്ക് എന്ന് പറയുന്നത്, ഈ 2019 ലോകത്താകമാനമുള്ള രാജ്യങ്ങൾ ഒരു കണക്കെടുത്ത് നോക്കുമ്പോൾ 2,71,484 ഇല്ലീഗൽ മൈഗ്രൻസിനെയാണ് 192 രാജ്യങ്ങളിലേക്ക് 2024 അമേരിക്ക തിരിച്ചയച്ചത്. അത് ട്രംപിന്റെ ഒരു കാലയളവിൽ 2,67,258 ആയിരുന്നു. അപ്പൊ ബൈഡന്റെ 2024 ഒറ്റ വർഷം മാത്രം 192 രാജ്യങ്ങളിലേക്ക് ഏകദേശം 2,71,484 പേരെ തിരിച്ചയച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു കൗതുകരമായിട്ടൊരു കണക്കെന്ന് പറയുന്നത്, ബറാക് ഒബാമയുടെ സെക്കൻഡ് ടൈമിലെ 2014-ലാണ് അമേരിക്ക ഏറ്റവും കൂടുതൽ ഇല്ലീഗൽ മൈഗ്രൻസിനെ പല രാജ്യങ്ങളിലേക്കും കയറ്റി വിട്ടത്, അല്ലെങ്കിൽ തിരിച്ചയച്ചത് 3,15,943. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്, ഈ ഒരു പ്രതിഭാസം ട്രംപ് തുടങ്ങി വെച്ചതല്ല. അതായത് ട്രംപ് അല്ല ഈ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ നടപടികൾ എടുത്ത ആദ്യ ഒരു പ്രസിഡന്റ്. ട്രംപ് കുറെ കൂടി കടുത്തൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. കാരണം ലീഗൽ ഇമിഗ്രൻസ് അമേരിക്കയിൽ സൃഷ്ടിച്ച പ്രതിസന്ധികളുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ബറാക് ഒബാമ ചെയ്തിട്ടുണ്ട്, ജോ ബൈഡൻ ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ കാലയളവിൽ ഇന്ത്യക്കാരെ, ഇല്ലീഗൽ മൈഗ്രൻസിനെ ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ വാദഗതി അവിടെ പൊളിഞ്ഞു നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും. ഇനി നമുക്ക് രണ്ടാമത്തെയും
മറ്റ് 2 പോയിന്റ്സ് കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടത്, ഇത്തരത്തിൽ ഡിസ്കഷൻ നടത്തുന്നവരുടെ ഒരു ഇരട്ടത്താപ്പ്. ഈ ഗൾഫ് രാജ്യങ്ങളിലുള്ള ഇല്ലീഗൽ മൈഗ്രൻസിനോട് അവർ സ്വീകരിക്കുന്ന ഒരു നിലപാട് നമുക്കറിയാം. ചാട്ടവാറടിയും പിഴയും അല്ലെങ്കിൽ തടങ്കൽ പാളയവും പൊതുമാപ്പും അല്ലെങ്കിൽ തിരിച്ച് നാട്ടിലേക്ക് കടത്തിവിടുന്നു. അന്നേരമൊക്കെ ഇവർ പറയുന്നത് ആ രാജ്യത്തിന്റെ നിയമം, അതൊക്കെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിലേക്ക് പോകുമ്പോൾ റോബിൻ, ഇത് അമേരിക്ക ചെയ്തത് അവിടുത്തെ നിയമത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ നിയമ ലംഘകർക്ക് നേരെയാണ് അമേരിക്ക ഈ ഒരു നടപടി സ്വീകരിച്ചത്. പക്ഷേ എന്തുകൊണ്ടാണ് ഇവിടുത്തെ മീഡിയാസും ഇവിടുത്തെ മറ്റ് പ്രതിപക്ഷ കക്ഷികളും വളരെ ഒരു വൺ സൈഡഡ് ആയിട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം, അത്തരത്തിലുള്ള ഒരു വാദപ്രതിവാദങ്ങൾ, വിമർശനങ്ങൾ ഈ ട്രംപിന്റെ ഈ കുടിയേറ്റ വിരുദ്ധ നയത്തിനെതിരെ ഉയർത്തുന്നത്? ഇതിൻ്റെ ഉള്ളിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ ചർച്ച ചെയ്യേണ്ടത്, എന്ത് പറഞ്ഞാണ് ഡൊണാൾഡ് ട്രംപ് എന്ന മനുഷ്യൻ പ്രസിഡന്റ് ആയത് എന്നുള്ളതാണ്. ഡൊണാൾഡ് ട്രംപ് എന്ന മനുഷ്യൻ അമേരിക്കയിൽ പ്രസിഡന്റ് ആയത്, ജനങ്ങളുടെ ഭൂരിപക്ഷത്തിൻ്റെയും വോട്ട് മേടിച്ച് പ്രസിഡന്റ് ആയത് ഇതേപോലെ അവിടെ നിന്ന് ആളുകളെ ഞാൻ പുറത്താക്കും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാൾ പ്രസിഡന്റ് ആയത്. അവിടെ ഒന്നാമത്തേത് കാര്യം. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയെ കഴിഞ്ഞും ലോകത്തെ എല്ലാ രാജ്യങ്ങളെ കഴിഞ്ഞും ഏറ്റവും പ്രധാനമായിട്ട് മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചെല്ലാം ചിന്തിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് അമേരിക്ക തന്നെയാണ്. എന്തുകൊണ്ടാണ് അമേരിക്കയിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നെങ്കിൽ, അത് ഇല്ലീഗൽ ആയിരുന്നെങ്കിൽ, എന്ന് വെച്ചാൽ അവിടുത്തെ നിയമവ്യവസ്ഥയ്ക്ക് അപ്പുറത്തായിരുന്നെങ്കിൽ, ഇതിൽ മനുഷ്യാവകാശ ലംഘനം ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് അവിടെ ഇത് ചർച്ച നടക്കാതെ പോയത്? എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ അമേരിക്ക അങ്ങനെയാണ് ആളുകളെ കയറ്റി അയക്കുന്നത്. ഇനി നമ്മൾ നോക്കുക, ഡൊണാൾഡ് ട്രംപ് എങ്ങനെയാണ് ഇതിൽ മറ്റു രാജ്യങ്ങളോട് ഡീൽ ചെയ്തത്. ഇന്ത്യയോട് ഡീൽ ചെയ്തേ കഴിഞ്ഞാൽ ക്രൂരമായിട്ടാണ് മറ്റു രാജ്യങ്ങളോട് ഈ കാര്യത്തിൽ ഡീൽ ചെയ്തത്. കാനഡയുടെ കാര്യം നോക്കുക. കാനഡയോട് കൃത്യമായിട്ട് മയക്കുമരുന്ന് കടത്തും മനുഷ്യക്കടത്തും ഒഴിവാക്കി, അല്ലെങ്കിൽ 25% ടാരിഫ്, എന്ന് വെച്ചാൽ അമേരിക്കയുമായിട്ട് അത്രയും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന രാജ്യമാണ് അമേരിക്ക. ഇത് അങ്ങനെ ഒരു രീതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരുടെ രാഷ്ട്രീയം വരെ കുളമായി പോകുന്ന സാഹചര്യം ഉണ്ടായി. ജസ്റ്റിൻ ട്രൂഡോയുടെ ഒക്കെ ഭാവി പോലും ഇല്ലാതായി പോകുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് കാനഡയോട് അമേരിക്ക പെരുമാറിയത് ഈ കാര്യത്തിൽ. 2, മെക്സിക്കോ അടുത്ത് കിടക്കുന്ന രാജ്യമാണ്. മെക്സിക്കോയോട് എങ്ങനെയാണ് പെരുമാറിയത്? മെക്സിക്കോയോടും കാനഡയോടും ഒരേ സമയം അമേരിക്കയിലേക്ക് ഫ്രീ ട്രേഡ് അടക്കമുള്ള കാര്യങ്ങൾ എടുത്തു കളയുന്ന രീതിയിലാണ് പെരുമാറിയത് അവരോട്. കാരണം എന്നിട്ട് 2 രാജ്യങ്ങളും എന്താ ചെയ്തത്? അതിർത്തിയിൽ കൊണ്ടുവന്ന് 10,000-ഓളം സൈനികരെ വിന്യസിക്കേണ്ട സാഹചര്യം വരെ ഉണ്ടായി. അങ്ങനെയാണ് അവരോട് പെരുമാറിയത് അമേരിക്ക. ഈ രാജ്യങ്ങളിലേക്ക്, മെക്സിക്കോയിലേക്ക്, അതുപോലെ തന്നെ ഉള്ള രാജ്യങ്ങളിലേക്ക്, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് അമേരിക്ക ഇതേപോലെയാണ് ആളുകളെ കയറ്റി വിട്ടത്. അവർ പ്രശ്നം ഉണ്ടാക്കിയാലും കൃത്യമായിട്ട് ആ പ്രശ്നം ഒതുങ്ങി തീരുകയും എല്ലാം ചെയ്യുന്ന സാഹചര്യം എല്ലാം ഉണ്ടായി. ഇനി ചൈനയോട് എങ്ങനെയാണ് പെരുമാറിയത്? ചൈന അവിടേക്ക് മയക്കുമരുന്ന് കടത്തുന്നു എന്ന് പറഞ്ഞതിന്റെ പേരിൽ ചൈനയ്ക്ക് 10% താരിഫ് അടക്കമുള്ളത് രേഖപ്പെടുത്തി. എന്ന് വെച്ചാൽ അത്രത്തോളം ഏകദേശം 600 മുകളിൽ ബില്യൺ ഡോളേഴ്സിന്റെ കച്ചവടമാണ് അമേരിക്കയായിട്ട് നടക്കുന്ന ചൈനയ്ക്ക്. എന്ന് വെച്ചാൽ അതുപോലെ ഇമ്പാക്ട് ചെയ്യുന്ന സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിലാണ് ചൈനയ്ക്ക് മുകളിൽ 10% താരിഫ്. ട്രംപ് പറഞ്ഞത് എന്താ? ഫെനറ്റൈൽ എന്ന് പറയുന്ന മയക്കുമരുന്ന് അവിടേക്ക് കടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ താരിഫ് ഇനിയും ചുമത്തും എന്ന് പറഞ്ഞാണ് അങ്ങനെ പോകുന്ന സാഹചര്യം. അപ്പോൾ ഇങ്ങനെ ക്രൂരമായിട്ടാണ് ഇന്ത്യയോട് മാത്രമല്ല എല്ലാ രാജ്യങ്ങളോടും ഇതിലും ക്രൂരമായ മനോഭാവത്തിലാണ് ഈ മൈഗ്രൻസിന്റെ കാര്യത്തിൽ അമേരിക്ക പെരുമാറിയത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ത്യയോട് മാത്രം പാർഷ്യാലിറ്റി കാണിച്ചില്ല എന്നുള്ളത് വാദം അവിടെ നിൽക്കും. ഇനി മറ്റൊരു കാര്യം, ഇന്ത്യയിൽ നിന്ന് ഇവിടേക്ക് ഈ അനധികൃതമായി കുടിയേറ്റം നടത്തിയ ആളുകൾ എങ്ങനെയാണ് അവിടെ ചെന്നത് എന്നുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇവര് മെക്സിക്കോയിൽ അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ചെന്ന് അവിടുന്ന് അങ്ങനെ അവിടെയുള്ള രാജ്യങ്ങളിലൂടെ കടന്നുപോയി 4-5 രാജ്യങ്ങളിലൂടെ കടന്നുപോയിട്ട് മെക്സിക്കോ വഴി ആ ബോർഡറിൽ കൂടിയാണ് അമേരിക്കയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നത്. അതേ ബോർഡറിൽ കൂടിയാണ് ഒരു വർഷം 70,000-ഓളം അമേരിക്കക്കാർ മരിച്ചു വീഴുന്ന മയക്കുമരുന്നും ഫെനിറ്റൈൽ എന്ന് പറയുന്ന മയക്കുമരുന്ന് അടക്കമുള്ള, അത് ഒരെണ്ണത്തിന്റെ കാര്യമാണ്, വേറെ പല മയക്കുമരുന്ന് കച്ചവടം ഇതിന്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലത്തുകൂടെയാണ് ഈ മനുഷ്യൻ അവിടെ ചെല്ലുന്നത്. എന്ന് വെച്ചാൽ അമേരിക്കയെ സംബന്ധിച്ച് ഇന്ത്യക്കാർ നേരിട്ട് ചെന്നല്ല. ഇനി ഇന്ത്യക്കാരോട് അമേരിക്ക പാർഷ്യാലിറ്റി കാണിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അമേരിക്കയുടെ പല വലിയ കമ്പനികളുടെയും തലപ്പത്ത് ഇരിക്കുന്നത് ഇന്ത്യക്കാരാണല്ലോ പ്രധാനമായിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ വൈഫ് ഇന്ത്യൻ വംശജയാണ്. ഇന്ത്യൻ വംശജയ്ക്ക് അമേരിക്കക്കാർ കൊടുക്കുന്ന പ്രാധാന്യം എന്ന് പറയുന്നത് അങ്ങനെയാണ്. കമലാ ഹാരിസ് ഇന്ത്യൻ വംശജയാണ്. ഇന്ത്യൻ വംശജ എന്ന് പറഞ്ഞു തന്നെയാണ് അവർ ചെയ്യുന്നത്. അതുപോലെ തുളസി ഗബാർഡ് അടക്കമുള്ള ആളുകൾ അവരെല്ലാം ഇന്ത്യൻ കൾച്ചറിനോട് ചേർന്ന് നിൽക്കുന്ന ആളാണ്. അതുപോലെ തന്നെ വിവേക് രാമസ്വാമി ട്രംപിന്റെ കൂടെ പ്രചാരണത്തിനും എല്ലാം ഇറങ്ങി പ്രധാനമായിട്ട് കൂടെ നിന്ന ആളാണ്. അപ്പോൾ അതുപോലെ തന്നെ എത്രയോ ടെക്കികൾ അടക്കമുള്ള ആളുകൾ എത്രയോ സുഖമായിട്ട്, അതുപോലെ തന്നെ പഞ്ചാബിൽ നിന്നുള്ള സിഖ് വംശജർ അടക്കമുള്ള ആളുകൾ അവിടെ ബിസിനസ് നടത്തുന്നു. എത്രയോ വ്യാപകമായ ബിസിനസ് അടക്കം നടത്തി സമ്പന്നരായിട്ട് അവിടെ ജീവിക്കുന്നു. ഇന്ത്യക്കാരുടെ അവിടുത്തെ ഇൻകം എന്ന് പറയുന്നത് അമേരിക്കക്കാരെ കഴിഞ്ഞും കൂടുതലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത്ര മാന്യമായിട്ട് തന്നെയാണ് ഇന്ത്യക്കാർ അമേരിക്കയിൽ നിലനിൽക്കുകയും ജീവിക്കുകയും എല്ലാം ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ ആളുകളെ വിടാനുണ്ടായ സാഹചര്യം അവർ ഈ മേഖലയിൽ കൂടിയാണ് ചെന്നേക്കുന്നത്.
ഇതുപോലെ മനുഷ്യക്കടത്തും ഈ മയക്കുമരുന്ന് കടത്തും എല്ലാം നടക്കുന്ന മേഖലകളിൽ കൂടി ചെന്ന ആളുകളെ പിന്നെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വശം ഇതിന് അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ പിടിച്ച ആളുകളെ, അതിർത്തിയിൽ നിന്ന് പിടിച്ച ആളുകളെ തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തിച്ചു. അപ്പൊ ഇന്ത്യയിലേക്ക് എത്തിച്ചു എന്ന് പറയുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ ഇവിടെ കിടന്ന്, അതുപോലെ കോൺഗ്രസും കേരളത്തിലെ മാധ്യമങ്ങൾ ഇവിടെ കിടന്ന് തലപോയിക്കുമ്പോൾ അവർ മനസ്സിലാക്കേണ്ടത് ആരെയും തല്ലിക്കൊന്നല്ല ഇങ്ങോട്ട് അയച്ചേക്കുന്നത് എന്നുള്ളതാണ്. എല്ലാവരെയും മാന്യമായിട്ട് തന്നെയാണ് അയച്ചേക്കുന്നത്. എന്നുവെച്ചാൽ ക്രിമിനൽ അക്യുസേഷൻ ഉള്ള ആളുകളാണ്, ക്രിമിനൽ അക്യുസേഷൻ ഉള്ള ആളുകളാണ്, അവരെയാണ് അയച്ചേക്കുന്നത്. അല്ലാതെ അവിടെ മാന്യമായിട്ട് ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനെ അയച്ചിട്ടില്ല. മാന്യമായിട്ട് ജോലി ചെയ്യുന്നവർക്ക് അമേരിക്കയിലെ പ്രധാനപ്പെട്ട ആളുകളായിട്ട് തന്നെ ഇന്ന് നിലനിൽക്കുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ഇനി ഇതിന്റെ പിന്നിലെ ഗൂഢാലോചനയുടെ വശം നമ്മൾ എടുക്കുകയാണെങ്കിൽ, അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പ്രസിഡൻഷ്യൽ പദവിയിൽ നിന്ന് ഒഴിയുന്നതിന് മുൻപ് പ്രസിഡന്റിന്റെ മെഡൽ കൊടുത്തതിൽ ഒരാള് ജോർജ് സോറോസ് ആയിരുന്നു. ഈ ജോർജ് സോറോസിന് മെഡൽ കൊടുത്തത് അമേരിക്കയ്ക്ക് നൽകിയ സംഭാവനകളുടെ പേരിലായിരുന്നു മെഡൽ കൊടുത്തത്. എന്ന് വെച്ചാൽ ഈ ജോർജ് സോറോസ് ഇന്ത്യയിൽ എന്തൊക്കെ കുത്തിത്തിരിപ്പുകൾ നടത്തിയിട്ടുണ്ടോ, ആരോടൊക്കെ ചേർന്ന് കുത്തിത്തിരിപ്പുകൾ നടത്തിയിട്ടുണ്ടോ, അതെല്ലാം പെർട്ടിക്കുലർലി അമേരിക്കയുടെ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് അവരുടെ അനുഭാവത്തോടു കൂടിയാണ് ചെയ്തത്, അവർക്ക് അവരുടെ അനുകൂല്യത്തോടു കൂടിയാണ് ചെയ്തത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ജോർജ് സോറോസുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ഇപ്പൊ നേരത്തെ നമ്മൾ കണക്കുകൾ പറഞ്ഞപ്പോൾ ബറാക് ഒബാമയുടെ കാലത്തും ജോ ബൈഡന്റെ കാലത്തും എല്ലാം ഇതുപോലെ ആളുകളെ കൊണ്ടുവന്നപ്പോൾ പ്രശ്നമുണ്ടാകാത്തത് ഈ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിക്കും ആ ജോർജ് സോറോസിനും ഇവിടെയുള്ള ചില ആളുകളുടെതായിട്ട് ബന്ധമുള്ളത് കൊണ്ട് അന്നേരം അതൊരു അക്വിസേഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടുത്തെ മറ്റൊരു പാർട്ടിയുടെ, ഇവിടുത്തെ പ്രധാനമന്ത്രിയും ഇപ്പോൾ അമേരിക്കയുടെ പ്രധാനമന്ത്രിയും ഒരു ബന്ധമുണ്ട് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ, അവര് ഇന്ത്യയിലെ ഭരണത്തെ അനുകൂലിക്കുന്നു എന്നുള്ളൊരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കാരണം ഇത് വ്യക്തമാണ്, ഇതിനു മുൻപും ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം ഇതിൻ്റെ ഉള്ളിൽ തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടുന്ന് ബംഗ്ലാദേശിൽ നിന്നും കടന്നു വന്നിട്ടുള്ള ഒരുപാട് ആളുകളെ പുറത്താക്കുമെന്നും ഒരു CAA അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇന്ത്യ കടക്കുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഓൾറെഡി ഇതുപോലെ അമേരിക്കയിൽ കാണിച്ചത് തെമ്മാടിത്തരമാണ് എന്നും അമേരിക്കയിൽ നിന്നും ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ശരിയല്ല എന്നും ഒരു പ്രൊപ്പഗാണ്ട അങ്ങ് അടിച്ചു വിടുമ്പോൾ, ഇതുപോലെ ഇന്ത്യയിൽ അനധികൃതമായി കുടിയേറിയ ആളുകളെ ഇവിടെ നിന്ന് പോകുന്നതിനെ കൂടി അതിൻ്റെ കൂടെ എതിർക്കാൻ എളുപ്പമായിരിക്കും. കാരണം അങ്ങനെ അവർ പോകണ്ട എന്ന് വെച്ചാൽ ഇത് അമേരിക്ക കാണിച്ചത് ഓൾറെഡി ശരിയല്ല. അതുകൊണ്ട് ഇപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് അങ്ങനെ ചെയ്യുന്നു. ഇപ്പോൾ ഡിറ്റൻഷൻ സെന്റർ അടക്കം പല സ്ഥലത്തും ഇന്ത്യ ഗവൺമെന്റും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കുന്നത് അതും ശരിയല്ല എന്നുള്ളൊരു തലത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം കൂടി ഇതിന്റെ പുറകെ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒരു സംശയം. ഓക്കെ, റുബിൻ പറഞ്ഞ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ചില പോയിന്റ്സ് ഉണ്ട്. നമുക്ക് ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടി നോക്കേണ്ടത്, ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യൻ ഭാരത സർക്കാരിന് വേണമെങ്കിൽ പറയായിരുന്നു, അത് ആ രാജ്യത്തെ നിയമലംഘനം നടത്തിയവരാണ്, ഞങ്ങൾക്ക് ഇവരെ വേണ്ട, അത് നിങ്ങളുടെ രാജ്യത്തിന് തട്ടിക്കോ എന്നുള്ള രീതിയിലേക്ക് ഒരു നിലപാട് സ്വീകരിക്കാമായിരുന്നു. പക്ഷെ ട്രംപ് ഭരണത്തിലുള്ള സാഹചര്യത്തോളം അങ്ങനെ നടക്കത്തില്ല. പക്ഷെ ഇന്ത്യക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാമായിരുന്നു. പക്ഷേ ഇന്ത്യൻ പൗരന്മാരെ സ്വീകരിക്കുന്ന ഒരു നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഈ അടുത്ത ദിവസം തന്നെയാണ് ഈ മുനമ്പത്ത് അനധികൃതമായി താമസിച്ച ബംഗ്ലാദേശികളെ പോലീസ് പിടികൂടുകയും അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തത്. അത് ഇന്ത്യൻ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ബംഗ്ലാദേശിൽ ഇപ്പോൾ ഭരണത്തിലുള്ള സർക്കാർ അല്ലെങ്കിൽ അവിടുത്തെ പ്രതിപക്ഷമോ അല്ലെങ്കിൽ ആരെങ്കിലും ബഹളം വെച്ചോ, ഞങ്ങളുടെ പൗരന്മാരെ ഇതാ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നു, ജീപ്പിൽ കയറ്റുന്നു, കസ്റ്റഡിയിൽ വെക്കുന്നു, വളരെ മനുഷ്യത്വരഹിതമായിട്ടാണ് പെരുമാറിയത് എന്ന് ആരും പറഞ്ഞില്ല. കാരണം ഇന്ത്യൻ നിയമം ലംഘിച്ചുകൊണ്ട് ഇവിടെ ജീവിച്ചവരെ ഇന്ത്യൻ നിയമത്തിനനുസൃതമായിട്ട് ഇന്ത്യൻ സർക്കാർ അവിടെ കൈകാര്യം ചെയ്തു. അതാ ഓരോ രാജ്യത്തിന്റെ നിയമമാണ്. ഇപ്പോൾ ഇന്ത്യ അങ്ങനെ കൈകാര്യം ചെയ്തെങ്കിൽ അതിനകത്ത് ഇടപെടാൻ ഒരു രാജ്യത്തിനും അവകാശമില്ല. ഈ പറയുന്ന അമേരിക്കയ്ക്കും അവകാശമില്ല. കാരണം അത് ഇന്ത്യൻ നിയമമാണ്. ഇന്ത്യൻ നിയമം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണം. അതാണ് അവിടെ ഒരു വ്യത്യാസം. അമേരിക്കയുടെ നിയമം അനുസരിച്ച് കാര്യം ചെയ്തു. ഇന്ത്യയുടെ സാഹചര്യത്തിൽ ഇന്ത്യൻ നിയമം അനുസരിച്ച് ഇന്ത്യ കാര്യങ്ങൾ നീക്കുന്നു. അപ്പോൾ മറ്റൊരു കാര്യത്തിലേക്ക് പോകുമ്പോൾ അരുൺ, നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു ഏകപക്ഷീയമായി എതിർക്കുന്നവരുടെ ഒരു ഇരട്ടത്താപ്പ് കൂടി നാം നോക്കേണ്ടതില്ല. ഞാൻ തുടക്കത്തിൽ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു. ഈ ഗൾഫ് രാജ്യങ്ങൾ അവിടെ അനധികൃതമായി കുടിയേറിയവരോട് സ്വീകരിക്കുന്ന നിലപാട് നമ്മൾ പലപ്പോഴും വാർത്തകൾ, പക്ഷെ അത്ര പ്രാധാന്യവും അല്ലെങ്കിൽ അതിനകത്തുള്ള ഒരു മനുഷ്യാവകാശ ലംഘനമൊന്നും ഇവിടെ ചർച്ച ചെയ്യപ്പെടാറില്ല. ചാട്ടവാറടിയും പ്രാകൃതമായിട്ടുള്ള ശിക്ഷാ രീതികളും പൊതുമാപ്പും പിഴയും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇരട്ടത്താപ്പ് നമ്മളൊന്ന് ചർച്ചയാക്കേണ്ടതില്ല. ജോർജ്, ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ചിലരുടെ പ്രകടനങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രതികരണങ്ങൾ കാണുമ്പോൾ അവർ പറയാതെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഞങ്ങൾ ധരിച്ചാൽ ബർമുഡ, നിങ്ങൾ ധരിച്ചാൽ വള്ളിക്കളസം എന്നൊരു ചൊല്ലുണ്ട്. അതായത് ഗൾഫ് രാജ്യങ്ങളിൽ അവർ എന്ത് ചെയ്താലും, സൗദി എന്ത് ചെയ്താലും, ജോർജ് സൂചിപ്പിച്ചതുപോലെ ചാട്ടവാറടിക്കും
തലമൊട്ടയടിക്കും, ക്രൂരമായ പീഡനങ്ങൾക്ക് അവരെ വിധേയരാക്കും, ജയിലിലടയ്ക്കും, അവസാനം പൊതുമാപ്പ് നൽകി ഇന്ത്യയിലേക്ക് നേരെ കൂട്ടത്തോടെ കയറ്റി അയക്കും. ഈ ചെയ്യുന്നത് നിർബാധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സൗദിയുടെ ബോർഡറിലൊക്കെ എത്രയോ പേരെ, അവിടുത്തെ ബോർഡർ പോലീസ് എത്രയോ പേരെ വെടിവെച്ച് കൊല്ലുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ 10,000-കണക്കിന് പേരെ സൗദി ഇതുപോലെ പല രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന ഓരോരുത്തർക്കും അറിയാം സൗദിയിലെയും അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലെയും എങ്ങനെ ഇല്ലീഗലായിട്ട് അവിടെ നിന്നാലത്തെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളെല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ അവർ എത്രത്തോളം പ്രിപ്പയർഡ് ആയിട്ടാണ് പോകാറെന്നുള്ളത് നമുക്കറിയാം. പക്ഷെ അമേരിക്കയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഇവിടെ നടക്കുന്ന പ്രചരണങ്ങൾ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. എന്ത് പറഞ്ഞാണ് ട്രംപ് അമേരിക്കയിൽ അധികാരത്തിൽ വന്നത്? നോ കോംപ്രമൈസ് ഫോർമുലയാണ് ട്രംപിനുള്ളത്. ഇത്തവണത്തെ ട്രംപ് കഴിഞ്ഞ തവണത്തെ ട്രംപ് അല്ല. ട്രംപ് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഈ 2 കാര്യങ്ങൾ ഒരു വിട്ടുവീഴ്ചയ്ക്കും ട്രംപ് തയ്യാറല്ല. ഒന്ന്, ഇല്ലീഗൽ ഇമിഗ്രൻസ്, അനധികൃതമായിട്ട് കുടിയേറി വന്നവര്. 2, തീവ്രവാദികൾ. ഈ 2 കൂട്ടരോടും ഒരു ദയാദാക്ഷിണ്യവും ട്രംപ് ഇനി കാണിക്കില്ല എന്ന് ഉറപ്പ് പറഞ്ഞിട്ടുള്ള. ഇപ്പൊ നമുക്കറിയാം പാലസ്തീൻ വിഷയത്തിൽ പോലും ലോകത്തിലെ ഒരാൾ പോലും ചിന്തിക്കാത്തൊരു സൊല്യൂഷനിലേക്കാണ് ട്രംപ് വരുന്നത്. കാരണം ട്രംപിനെ സംബന്ധിച്ച് ഹമാസ് ഇനി അവിടെ ഉണ്ടാകാൻ പാടില്ല, ഗാസയിലെ ഹമാസ് ഇല്ലാതിരിക്കണം എന്നുള്ളത് പിടിവാശിയാണ്. അതുപോലെ തന്നെ ഹമാസിനെ അനുകൂലിച്ചവര്, ഇസ്രായേൽ വിരുദ്ധത പ്രചരിപ്പിച്ചവര്, അങ്ങനെയുള്ള ഒരു തീവ്രവാദിയും അമേരിക്കയിൽ വേണ്ട എന്ന് ട്രംപ് ഉറപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഈ ഇല്ലീഗൽ ഇമിഗ്രൻസിന്റെ കേസും. ഇവിടെ റോബിൻ സൂചിപ്പിച്ചതിനും വ്യത്യസ്തമായിട്ട് ഒരു കാര്യം കൂടി സംഭവിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികളും ഈ കാര്യത്തെ വളരെയധികം വിവാദമാക്കുന്നത്. അത് പ്രധാനമായിട്ടും ഈ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ഇങ്ങോട്ടേക്ക്, അതായത് ഇന്ത്യക്കാരെ ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊണ്ടുവന്ന രീതിയാണ്. അതായത് കൈകളിലും കാലുകളിലും വിലങ്ങണിയിച്ചിട്ട്, കൈകളിൽ ഹാൻഡ് കഫും അതുപോലെ തന്നെ കാലുകളിൽ വിലങ്ങും അണിയിച്ചിട്ടാണ് അവരെ നാട്ടിലേക്ക് വിട്ടത്. ഈ തിരിച്ചു വന്നവരുടെ അഭിമുഖങ്ങളിൽ നിന്ന് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഏകദേശം 40 മണിക്കൂറോളം തങ്ങൾക്ക് ഈ വിലങ്ങുകൾ തങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ കാലിൽ അണിയേണ്ടി വന്നു. അതുപോലെ ഏകദേശം ഒരു 24 മണിക്കൂറോളം സമയമെടുത്തു ഫ്ലൈറ്റ് അമൃത്സറിൽ ലാൻഡ് ചെയ്യാനായിട്ട്. 105 പേരാണ് ഇവരുണ്ടായിരുന്നത്. അതിൽ 19 സ്ത്രീകളും കുറച്ച് കുട്ടികളും ഉണ്ട്. ഇതൊഴിച്ച് ബാക്കി എല്ലാ പുരുഷന്മാരെയും ഇവർ കൈവിലങ്ങ് അണിയിച്ചു എന്നതാണ് ആരോപണം. ഈ ചെയ്തത് ഒരിക്കലും ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടുള്ളതല്ലായിരുന്നു. ഗൾഫ് രാജ്യങ്ങളോ മറ്റു രാജ്യങ്ങളോ പോലെ അല്ല അമേരിക്ക ഇവരെ ട്രീറ്റ് ചെയ്യേണ്ടത്. പ്രത്യേകിച്ചും ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഇത്രയും ബന്ധമുള്ളപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുതായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു കാര്യം നമ്മൾ അറിയണം, ട്രംപ് പ്രസിഡന്റ് ആയത് അമേരിക്കയുടെയാണ്, ഇന്ത്യയുടെ അല്ല. അതുപോലെ ട്രംപ് പ്രസിഡന്റ് ആയത് അമേരിക്കക്കാരുടെയാണ്, ഇല്ലീഗൽ ഇമിഗ്രൻസിന്റെ അല്ല. അതുകൊണ്ട് തന്നെ ട്രംപ് എടുക്കുന്ന തീരുമാനങ്ങൾ അത് അമേരിക്കൻ ജനതയെ ആയിരിക്കും ഫസ്റ്റ്. അമേരിക്ക ഫസ്റ്റ് എന്നാണ് പോളിസി. ആ പോളിസിക്ക് അനുസരിച്ച് 2012 മുതൽ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ എങ്ങനെയാണോ കയറ്റി മടക്കി അയക്കേണ്ടത് അതിനെക്കുറിച്ചുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അമേരിക്കയിൽ നിലവിലുണ്ട്. ആ പ്രൊസീജിയർ പാലിച്ചുകൊണ്ടാണ് ഇപ്പോൾ മടക്കി അയച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതുപോലെയുള്ള ഹാൻഡ് കഫും ചെയിനും അല്ല. അത് തന്നെയാണ് അവർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് റീഎൻഫോഴ്സ്മെന്റ് അതോറിറ്റിയാണ്. അപ്പോൾ അവർ അത് കൃത്യമായിട്ട് പാലിക്കുന്നു. പക്ഷേ ഇതിപ്പോൾ വിവാദമാകുന്നതിന് കാരണം അത് ട്രംപിന്റെ ഒരു ആശയം തന്നെയാണ്. കാരണം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഒരു മുന്നറിയിപ്പും കൂടിയായിട്ടാണ് ട്രംപ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി തങ്ങളുടെ രാജ്യത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരുടെ, ഇല്ലീഗലായിട്ട് വരാൻ ആഗ്രഹിക്കുന്നവരുടെ, കൃത്യമായിട്ട് ഇല്ലീഗലായിട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു കാരണവശാലും അമേരിക്കയിലേക്ക് വരാൻ ധൈര്യം വരരുത്. ഇതാണ് ട്രംപിന്റെ പോളിസി. ഇതിനു വേണ്ടിയുള്ള പല ഭീകരന്മാരൊക്കെ കാണിക്കുന്ന ചില പ്രൊപ്പഗാൻഡ വീഡിയോകൾ പോലെ തന്നെയാണ് ഈ വീഡിയോകൾ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് പുറത്തു വരുന്നത്. അതിലൂടെ ട്രംപ് ലക്ഷ്യം വയ്ക്കുന്നത് ഇതാണ്, ഇവിടെ ഇല്ലീഗൽ മൈഗ്രൻസിന് ഇനി അമേരിക്കയിൽ സ്ഥാനമില്ല, ഭീകരർക്ക് അമേരിക്കയിൽ സ്ഥാനമില്ല. ഇത് കൃത്യമായിട്ട് ലോകത്തിന്റെ എവിടെ നിന്നും അമേരിക്കയിലേക്ക് കുടിയേറാൻ ശ്രമിക്കുന്ന, ഇല്ലീഗലായിട്ട് കുടിയേറാൻ ശ്രമിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ പതിയണം. ഇതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് ട്രംപ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ തന്നെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരാളെ നമ്മൾ ആ കൂട്ടത്തിൽ കണ്ടില്ല. ഈ വന്നിരിക്കുന്നത് ഹരിയാന, ഗുജറാത്ത്, പഞ്ചാബ്, മെയിനായിട്ട് ഈ 3 സ്റ്റേറ്റുകളിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അവരൊക്കെ എങ്ങനെയാണ് അമേരിക്കയിലേക്ക് പോയത്? റോബിൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ഡങ്കി റൂട്ടാണ്. എത്ര കഷ്ടപ്പെട്ടാണ് അവർ അവിടേക്ക് എത്തുന്നത്. ആദ്യം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ ഏതെങ്കിലും ഒരു രാജ്യത്ത് ചെന്ന് അവിടെ നിന്ന് വീണ്ടും ഫ്ലൈറ്റ്, അത് കഴിഞ്ഞ് അവിടെ നിന്ന് ബോട്ട്, അവിടെ നിന്ന് കാറ്, അവിടെ നിന്ന് ബസ്, അവിടെ നിന്ന് പിന്നെ പനാമ ക്രോസ് ചെയ്യുന്നത് മുഴുവൻ കാടുകളിലൂടെയാണ്. ഈ യാത്രകളിലെല്ലാം ബോട്ടുകളിൽ മരിക്കുന്നവരുണ്ട്. ഈ കാടുകളിലെല്ലാം നിരനിരയായിട്ട് മരിച്ചു കിടക്കുന്നവരെ കണ്ടുകൊണ്ട് തന്നെയാണ് അവർ മെക്സിക്കൻ മോളിന്റെ അവിടെ എത്തുന്നത്. അപ്പോൾ അത്രയും നഷ്ടങ്ങൾ സഹിച്ച് 1 കോടിയോളം രൂപ വരെ അവർ ചെലവഴിച്ചിട്ടാണ് ഇവർ ഇല്ലീഗലായിട്ട് ഇന്ത്യയുടെയോ ഇന്ത്യ രാജ്യത്തിന്റെ യാതൊരു അനുമതിയോ ഒന്നുമില്ലാതെ ഇവർ ഇവിടുത്തെ ട്രാവൽ ഏജന്റുമാരിലൂടെ മെക്സിക്കൻ കുടിയേറ്റ മാഫിയയ്ക്ക് പണം കൊടുത്ത് ഇവർ അവിടെ എത്തിപ്പെടുന്നത്. ഈ കഷ്ടപ്പാടുകൾ നമ്മുടെ മീഡിയയിൽ വളരെയധികം ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് കണ്ടു. അതായത് കോടികൾ അവർ മുടക്കുന്നു, ഇതുപോലെ കഷ്ടപ്പെടുന്നു. ഇവിടെ ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമുക്ക് നിയമലംഘനത്തിനെ മഹത്വവൽക്കരിക്കരുത്. കാരണം ഇപ്പോൾ ഒരു ബാങ്കിൽ ഒരു കൊള്ള നടക്കുകയാണെങ്കിൽ ആ കൊള്ളക്കാരനും ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടാണ് ആ കൊള്ള നടത്തിയത്. അതിനെയല്ല ഹൈലൈറ്റ് ചെയ്യേണ്ടത്, കൊള്ളയാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. ഇന്ത്യയിൽ നിന്ന് ഇല്ലീഗൽ ഇമിഗ്രൻസ് ഉണ്ടാകാതെ ഇന്ത്യ തന്നെ ശ്രദ്ധിക്കണം. അതിനപ്പുറം സംഭവിച്ചിട്ട് അവരെ കുറിച്ച് കരഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഇപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം റോബിൻ സൂചിപ്പിച്ചതുപോലെ അവർ സുരക്ഷിതമായിട്ട് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചെത്തി.
ഇനി വേറെ വല്ല ഗൾഫ് രാജ്യങ്ങളിലേക്കോ വേറെ എവിടേക്കോ പോയിരുന്നെങ്കിൽ അവരുടെ ജീവൻ പോലും തിരിച്ചു കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ അവിടുത്തെ രാജ്യങ്ങളിലെ ജയിലറകളിൽ കഴിയേണ്ട അവസ്ഥ വന്നേനെ. ലാസ്റ്റ് ആയിട്ട് ഈ ഇരട്ടത്താപ്പിന്റെ മറ്റൊരു കാര്യം കൂടി ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം ഗൾഫ് രാജ്യങ്ങളിൽ ഈ ജയിലിൽ കഴിയുന്ന കുറ്റം ചെയ്തവരും അല്ലെങ്കിൽ കള്ളക്കേസിൽ പിടിക്കപ്പെട്ടവരും അല്ലെങ്കിൽ കള്ളക്കേസിൽ അകപ്പെട്ട് ജയിലിൽ കഴിയുന്നവർ, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നടത്തുന്ന മോചന ശ്രമവുമായി ബന്ധപ്പെട്ട ചില ഇടപെടലുകളൊക്കെ നമ്മൾ വാർത്തകളിൽ കണ്ടതാണ്. അത് കോടിക്കണക്കിന് രൂപയാണ് ഇവർക്ക് മോചന ദ്രവ്യമായിട്ട് കൊടുക്കേണ്ടി വരുന്നത്. അത്തരം രൂപകൾ ഇങ്ങനെ കൊടുത്ത് ഇത്രയും വലിയ എമൗണ്ട് കൊടുക്കുമ്പോൾ ഒന്നും ആ രാജ്യത്തെ ആരും കുറ്റം പറയാറില്ല. ആ രാജ്യം നടത്തുന്നത് മനുഷ്യത്വരഹിതമാണ്, മനുഷ്യാവകാശ ലംഘനമാണ് എന്നും പറയാറില്ല. അന്നം തരുന്ന നാടിന്റെ നിയമം നാം പാലിക്കണം എന്നൊക്കെ പറഞ്ഞ് ആ തുക മുടക്കാൻ തയ്യാറാണ്. തീർച്ചയായിട്ടും ആ ജയിലിൽ കള്ളക്കേസിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും മോചിപ്പിക്കപ്പെടണം. പക്ഷേ ഈ രണ്ട് സമീപനം ഒന്ന് തുറന്നു കാണിക്കാനാണ് ഞാൻ ആ ഒരു വിഷയം സൂചിപ്പിച്ചത്. അവിടെ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനമോ അല്ലെങ്കിൽ മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവൃത്തിയോ അല്ല. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ പ്രാകൃത കാലഘട്ടത്തിൽ ഈ അടിമ ചന്തകളിലൊക്കെ മനുഷ്യനെ പൈസ കൊടുത്ത് വിലയ്ക്ക് വാങ്ങുന്ന അതേ സമ്പ്രദായം തന്നെയാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ മോചന ദ്രവ്യം എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടക്കുന്നത്. അപ്പോൾ ഈ രണ്ട് സാഹചര്യത്തിലും ഒരേ കൂട്ടർ സ്വീകരിക്കുന്ന രണ്ട് നിലപാട് അത് വളരെയധികം ചർച്ചയാക്കപ്പെടേണ്ടതാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒരു വിഷയങ്ങളൊക്കെ ചർച്ചയാകുമ്പോൾ അമേരിക്ക അല്ലെങ്കിൽ ഇന്ത്യ അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന രാജ്യമാണ് എന്ന തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു പ്രൊപ്പഗാൻഡ ചിലരൊക്കെ നടത്തുന്നുണ്ട്. സമകാലിക സാഹചര്യത്തിലേക്ക് നാം വരുമ്പോൾ ഈ റഷ്യ യുക്രൈൻ യുദ്ധം ഉണ്ടാകുമ്പോൾ ഇന്ത്യ ആരുടെ ഒപ്പമാണ് നിന്നത്? റഷ്യക്കൊപ്പമാണ് നിന്നത്. അവിടെ അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു രാജ്യമാണെങ്കിൽ അമേരിക്ക പറയുന്നത് കേട്ട് അല്ലെങ്കിൽ അമേരിക്കയെ പിന്താങ്ങുന്ന ഒരു നിലപാട് സ്വീകരിച്ചു. പക്ഷേ റഷ്യക്ക് ഒപ്പമാണ് നിന്നത്. നമുക്കറിയാം പാകിസ്ഥാൻ ഇപ്പോഴും അമേരിക്കയുടെ ഒരു സഖ്യകക്ഷി തന്നെയാണ്. പക്ഷേ പാകിസ്ഥാന്റെ മണ്ണിൽ കയറി സർജിക്കൽ സ്ട്രൈക്ക് നടത്താൻ ഇന്ത്യ ഇന്ന് ധൈര്യമുണ്ട്, ഇന്ത്യക്ക് അതിനുള്ള ശക്തിയുണ്ട്. അതിന് അമേരിക്കയെ പേടിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കാൻ ഇന്ത്യ തയ്യാറല്ല. കാരണം ഇന്ത്യ വളർന്നു കഴിഞ്ഞു. പഴയ ഇന്ത്യയല്ല ഇപ്പോഴത്തെ ഇന്ത്യ എന്ന് പലരും ധരിക്കുന്നില്ല, പലരും മനസ്സിലാക്കുന്നില്ല. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. നിലപാട് ഈ ഒരു പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പങ്കുവയ്ക്കാനുള്ളത്. അമേരിക്കയിൽ നിയമലംഘനം നടത്തിയതിന്റെ പേരിൽ, അനധികൃതമായി കുടിയേറിയതിന്റെ പേരിൽ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കപ്പെട്ട നിയമലംഘനം നടത്തിയ, അമേരിക്കയുടെ നിയമപ്രകാരം നിയമലംഘനം നടത്തിയ ഇന്ത്യക്കാർ, അവരെ അമേരിക്കയിലേക്ക് തിരിച്ചയച്ച രീതി, അതിനെ ചൊല്ലി വളരെയധികം വിമർശനം ഉയർത്തുന്നവരുടെ കൃത്യമായിട്ടുള്ള ഒരു അജണ്ട തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. പലപ്പോഴും ഒരു ആടിനെ പട്ടിയാക്കുന്ന ഒരു സമീപനമാണ് ഇത്തരം വിഷയങ്ങളിൽ ചില രാഷ്ട്രീയ നേതാക്കളും ചില മാധ്യമങ്ങളുമൊക്കെ സ്വീകരിക്കുന്നത്. പലപ്പോഴും ചരിത്രത്തിലേക്ക് നാം തിരിഞ്ഞ് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആദ്യത്തേതല്ല. അമേരിക്ക എന്ന രാജ്യത്തെ വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു ജനാധിപത്യ ഭരണം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. നിയമ സംവിധാനങ്ങളുണ്ട്. ആ രാജ്യത്ത് ചെന്ന് ആ രാജ്യത്തിന്റെ നിയമം ലംഘിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്തിന്റെ കണ്ണിൽ അവർ ലംഘകരാണ്, അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കുറ്റവാളികൾ തന്നെയാണ്. അപ്പോൾ കുറ്റവാളികളെ എങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത്, അവർക്ക് വർഷങ്ങളായി അവർ പിന്തുടരുന്ന ഒരു SOP അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, അത് പ്രകാരമാണ് അവരെ ഇന്ത്യയിലേക്ക് എത്തിച്ചത്. ഇന്ത്യൻ പൗരന്മാരെ സ്വീകരിക്കുവാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവുകയും ചെയ്തു. ഒരുപക്ഷെ ലീഗലായിട്ട് അമേരിക്കയിലേക്ക് കുടിയേറിയവർക്കെതിരെ, അത് ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരെ ഇത്തരത്തിലുള്ള നിലപാട്, അമേരിക്കയല്ല അത് ഏത് കൊലകൊമ്പൻ ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചാലും അതിശക്തമായി രാജ്യം എതിർക്കുക തന്നെ ചെയ്യും. പക്ഷെ ഈ ഒരു നടപടിയെ എതിർത്തവരുടെ ഒരു ഇരട്ടത്താപ്പ് തീർച്ചയായിട്ടും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇതിനേക്കാൾ അതിഭീകരമായി പ്രാകൃതമായ രീതിയിൽ പലപ്പോഴും കുറ്റം ചെയ്ത ഇന്ത്യക്കാരെ കൈകാര്യം ചെയ്യുന്ന ഗൾഫ് രാജ്യങ്ങളിലെ പ്രാകൃതമായിട്ടുള്ള നിയമത്തെ, അത് ആ രാജ്യത്തിന്റെ നിയമമാണ് എന്നൊക്കെ പറഞ്ഞ് മഹത്വവൽക്കരിക്കുന്നവരുടെ അജണ്ട കൂടി തിരിച്ചറിയേണ്ടിയിരിക്കുന്നു എന്ന നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.